സംസ്ഥാനത്ത് സൈബർ തട്ടിപ്പ് തുടർക്കഥയാകുന്നു. വ്യാജ കോടതിയും സാക്ഷിയും സൃഷ്ടിച്ച് മട്ടാഞ്ചേരി സ്വദേശിയായ സ്ത്രീയിൽ നിന്ന് 2,88,00,000 രൂപയാണ് തട്ടിയെടുത്തത്. സ്ത്രീയെ ഫോണിൽ ബന്ധപ്പെട്ട 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇതിനിടെ ഫാർമസ്യൂട്ടിക്കൽ ഉടമയിൽ നിന്ന് 25 കോടി തട്ടിയതിന്റെ ഉറവിടം ദ്വീപ് രാജ്യമായ സൈപ്രസ് ആണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കൊച്ചിയിൽ 30 കോടി രൂപയാണ് സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമായത്. തട്ടിപ്പുകാരിൽ നിന്ന് കടുത്ത മാനസിക പീഡനമാണ് മട്ടാഞ്ചേരി സ്വദേശിയായ വീട്ടമ്മ നേരിട്ടത്. ജെറ്റ് എയർവേസ് സാമ്പത്തിക തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് സംഘം വിളിച്ചത്. മുംബൈയിലെ തിലക് നഗർ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തെന്ന് വിശ്വസിപ്പിച്ചു. വ്യാജ കോടതിയും സാക്ഷിയുമൊക്കെ സൃഷ്ടിച്ചു. ജഡ്ജിയും വക്കീലുമൊക്കെയുള്ള വ്യാജ കോടതിയിൽ വീട്ടമ്മയെ ഓൺലൈൻ വഴി ഹാജരാക്കുകയും ചെയ്തു. മകളെ പ്രതി ചേർക്കുമെന്ന് പറഞ്ഞതോടെയാണ് പണം നൽകാൻ വീട്ടമ്മ തയ്യാറായത്. ആദ്യം 9 ലക്ഷം, പിന്നീട് 25, 35, 65, അങ്ങനെ 10 ട്രാൻസാക്ഷനുകളായി കൈമാറിയത് 2,88,00,000 രൂപ. തീർന്നില്ല. LICയിൽ കിടന്ന അവസാനത്തെ 1 ലക്ഷം രൂപയും തട്ടിപ്പ് സംഘം ഇവരെ പറ്റിച്ച് അതിവിദഗ്ധമായി കൈക്കലാക്കി. പണം തട്ടിയെടുത്തതിന് പിന്നാലെ കേസിൽ നിന്ന് ഒഴിവാക്കിയെന്ന് സന്ദേശമെത്തി. തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങാനായിരുന്നു നിർദ്ദേശം. ഈ വാക്ക് വിശ്വസിച്ച് മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോഴാണ് നടന്നത് തട്ടിപ്പാണെന്ന് മനസ്സിലായത്. വീട്ടമ്മ നൽകിയ പരാതിയിൽ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതിനിടെ കൊച്ചിയിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉടമയുടെ 25 കോടി രൂപ തട്ടിയെടുത്ത ഷെയർ ട്രേഡിംഗ് സൈബർ തട്ടിപ്പിന്റെ ആസൂത്രണം നടന്നത് യൂറോപ്യൻ ദ്വീപ് രാജ്യമായ സൈപ്രസിൽ നിന്നെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ക്യാപിറ്റലിക്സ് എന്ന വ്യാജ ആപ്പ് വഴിയായിരുന്നു തട്ടിപ്പ്. ഇന്ത്യയിൽ മാത്രം 1000 പേർക്ക് ആപ്പിലൂടെ പണം നഷ്ടമായി. 60 മുതൽ 1 കോടി രൂപ വരെയാണ് കേരളത്തിൽ നിന്നുള്ള ആളുകൾക്ക് നഷ്ടമായത്. നിരവധി ബോധവൽക്കരണ പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിലും സൈബർ തട്ടിപ്പ് ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. ജനങ്ങൾ ജാഗ്രത പുലർത്തുക മാത്രമാണ് ഇത് തടയാനുള്ള ഏക വഴി. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.